ഹായ് ഡിയേഴ്സ്, ഞാൻ അലിയൻസ മുക്താർ. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് പാനിക് അറ്റാക്ക് ആണ്. നിങ്ങൾ തമിഴിൽ കണ്ടിട്ടുണ്ടാവുകയും. ഇപ്പം ഞാനിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു കടുവ എൻ്റെ മുമ്പിലേക്ക് ചാടിക്കഴിഞ്ഞാൽ എൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഹൃദയമൊക്കെ ഇങ്ങനെ സ്പീഡിൽ ഇടിച്ചുകൊണ്ടിരിക്കും. ഭയങ്കര സ്പീഡായിരിക്കും. അതേപോലെ തന്നെ ഒരു ശ്വാസതടസ്സം ഫീൽ ചെയ്യും. ലൈക്ക് എനിക്ക് ശ്വസിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും. വിറയ്ക്കാൻ തുടങ്ങും. ഒരു വല്ലാത്തൊരവസ്ഥയിലൂടെ ആയിരിക്കും ഞാൻ കടന്നു പോകുക അല്ലേ? ഇതേ പാനിക്കായിട്ടുള്ള ഒരു അവസ്ഥ എനിക്ക് വരും. പ്രത്യേകിച്ച് പേടിക്കേണ്ടതായിട്ടുള്ള ഒരു സിറ്റുവേഷനും എൻ്റെ മുമ്പിൽ ഇല്ലെങ്കിൽ പോലും പാനിക് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ എന്തോ അവസാനിക്കുന്ന പോലെ, മരണത്തിലേക്കൊക്കെ എത്തുന്ന പോലെയൊക്കെ ആയിരിക്കും ആളുകൾക്ക് ഫീൽ ചെയ്യാം. ഡോണ്ട് വറി, അത് കുറച്ച് നേരം കഴിഞ്ഞാൽ അങ്ങ് പോയിക്കോളൂ. പക്ഷേ എളുപ്പം ആ ഒരു അവസ്ഥയിൽ നിന്നും പുറത്ത് കിടക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? കുറച്ച് ടെക്നിക്കുകൾ ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തത് ഡീപ്പ് ബ്രീത്തിങ് ടെക്നിക്കാണ്. ദീർഘശ്വാസം. കണ്ണടച്ചുകൊണ്ട് ഇങ്ങനെ ശ്വാസം ഇങ്ങനെ ഉള്ളോട്ട് ഇങ്ങനെ വലിച്ചെടുക്കുക. അങ്ങനെ സ്ലോലി കേട്ടോ, അങ്ങനെ രീതിയിലല്ല, സ്ലോലി 4 വരെ എണ്ണുക. ആ 4 വരെ എണ്ണുന്നതിൻ്റെ ഇടയ്ക്ക് നിങ്ങളിങ്ങനെ ശ്വാസം വലിക്കാം. അങ്ങനെ ശ്വാസം വലിച്ചതിന് ശേഷം 4 വരെ എണ്ണുന്ന ആ ഒരു സമയം നിങ്ങൾ ആ ശ്വാസം പിടിച്ചു വെക്കുക. ഓക്കെ, 4 വരെ നിങ്ങൾ എണ്ണ 1 2 3 4. അതിനുശേഷം 4 വരെ എണ്ണുന്ന ആ ഒരു സമയം കൊണ്ട് തന്നെ നിങ്ങൾ ശ്വാസം പുറത്തേക്ക് വിടുക. അത് വായിലൂടെ ആയിരിക്കണം. ആദ്യം മൂക്കിലൂടെ എടുക്കുക, എന്നിട്ട് ഹോൾഡ് ചെയ്യുക, എന്നിട്ട് ശ്വാസം പുറത്തേക്ക് വിടേണ്ടത് വായിലൂടെ. രണ്ടാമത്തെ ടെക്നിക്കാണ് ഗ്രൗണ്ടിങ് ടെക്നിക്ക്. അതായത് നിലത്ത് നിൽക്കുക, അഥവാ പ്രസൻറ്റിലോട്ടേക്ക് വരിക. നമ്മളൊരു വല്ലാത്തൊരവസ്ഥയിലായിരിക്കും. അതായത് ഒന്നും മനസ്സിലാവില്ല എന്തെല്ലാം സംഭവിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ചുറ്റുമുള്ള എന്തെങ്കിലും 5 കാര്യങ്ങൾ നോക്കുക. ഇപ്പോൾ ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്ന സമയത്ത്, ഇപ്പോൾ എനിക്ക് പാനിക് അറ്റാക്ക് ആണ് ഈ സമയത്ത് വരുന്നതെങ്കിൽ ഞാൻ അങ്ങനെ ചുറ്റും നോക്കുക. അവിടെ വേറൊരു മൈക്ക് കിടക്കുന്നുണ്ട്, ഓക്കെ, കമ്പ്യൂട്ടർ കിടക്കുന്നുണ്ട്, അവിടെ ട്രൈപോഡ് കിടക്കുന്നുണ്ട്, ഓക്കെ, സ്റ്റുഡിയോ ലൈറ്റ് കിടക്കുന്നുണ്ട്. ഒരു 5 കാര്യങ്ങൾ, എൻ്റെ കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന 5 കാര്യങ്ങൾ ഞാൻ നോക്കി തിട്ടപ്പെടുത്തി വെക്കുക. ആദ്യം നിങ്ങളത് ചെയ്യാം. പിന്നെ 4 കാര്യങ്ങൾ, അതായത് 4 കാര്യങ്ങൾ തൊടാൻ പറ്റുന്നത്, എൻ്റെ കൈ കൊണ്ട് തൊടാൻ പറ്റണം. അപ്പം എനിക്ക് എൻ്റെ ചെയർ തൊടാം, ഓക്കെ, എൻ്റെ കമ്പ്യൂട്ടർ ടേബിൾ തൊടാം, ഇവിടെ ഒരു ട്രൈപോഡ് കിടപ്പുണ്ട് കേട്ടോ, ട്രൈപോഡ് തൊടാം, വേറൊരു മൈക്ക് കിടപ്പുണ്ട്. അപ്പോൾ 4 കാര്യങ്ങൾ എന്താക്കും, ഞാൻ തൊടും. അപ്പോൾ 4 കാര്യങ്ങൾ ഞാൻ തൊടണം. അതേപോലെ തന്നെ 3 കാര്യങ്ങൾ എനിക്ക് കേൾക്കാൻ പറ്റണം. അതായത് 3 കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ഒരു AC-യുടെ സൗണ്ട് കേൾക്കാം, ഒരു വണ്ടി പോകുന്ന സൗണ്ട്. അപ്പോൾ ഞാനിങ്ങനെ എന്തെങ്കിലും മൂന്നാമത്തെ ഒരു കാര്യം, ഏതെങ്കിലും മനുഷ്യൻ സംസാരിക്കുന്ന സൗണ്ടെങ്കിലും ഞാൻ അതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും, ഇവിടെ ഇപ്പം എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള രീതിയിൽ. അതിനുശേഷം 2 കാര്യങ്ങൾ മണമാണ്. എന്താ മണം? റൂമിൻ്റെ ഒരു മണം വലിയ കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഇവിടെ ഒരു മണമല്ലേ ഉള്ളൂ, അപ്പോൾ ഇനി വാതിൽ വന്നിട്ട് വേറൊരു മണം കൂടെ. അതായത് നമ്മളിങ്ങനെ കോൺഷ്യസ്ലി ആ ഒരു കാര്യത്തിൻ്റെ പുറകെ പോവാണ്. അതേപോലെ ഒരു കാര്യം ടേസ്റ്റ്. ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം എടുത്തിട്ട് വായിൽ വെക്കണം, ടേസ്റ്റ് ചെയ്യുക. അതായത് ഒരു കാര്യം ടേസ്റ്റ് ചെയ്യാൻ. ഇപ്പോൾ അടുത്ത് എവിടെയെങ്കിലും പോയിട്ട് എന്തെങ്കിലും ഒരു കാര്യം എടുത്തിട്ടുണ്ടെങ്കിൽ വായിൽ വെക്കുക. അതായത് നമ്മളിങ്ങനെ ഒരു പ്രസൻറ്റ് സ്റ്റേറ്റിലേക്ക് വരാം. മൂന്നാമത്തെ ടെക്നിക്ക് എന്താണെന്ന് വെച്ചാൽ, ഈ പാനിക് അറ്റാക്ക് വരുന്ന സമയത്ത് നമുക്ക് വരുന്ന നെഗറ്റീവ് തോട്ട്സുകളില്ലേ, അതിനെങ്ങനെ ചാലഞ്ച് ചെയ്യുക, അതിന് നമ്മളിങ്ങനെ ഫൈറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും പാനിക് അറ്റാക്ക് വരുമ്പോൾ ഈ ഒരു തോട്ട് വരും. ഈ തോട്ടിനെ പുറകെ ഇങ്ങനെ അതിങ്ങനെ പോയിക്കൊണ്ടിരുന്നുള്ള പ്രശ്നം എന്താ? ഇതിപ്പം റിലേഷൻഷിപ്പ് ഇഷ്യൂ ആവാം, അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഇഷ്യൂ ആവാം, ജോലി സംബന്ധമായിട്ടുള്ള, കരിയർ സംബന്ധമായിട്ടുള്ള, എഡ്യൂക്കേഷൻ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നമായിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിയേർഡായിട്ടുള്ള തോട്ടാകാം. അതിൻ്റെ പുറകെ എങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടല്ല നമുക്കിങ്ങനെ ടെൻഷൻ കൂടുന്നത്. ആ ഒരു തോട്ടിനെ നമ്മൾ ചോദ്യം ചെയ്യാം. ഞാൻ ഇപ്പം ചിന്തിക്കുന്ന ആ ഒരു കാര്യം കൊണ്ട് ഇപ്പം എന്താ ഗുണം? അത് ശരിക്കും സത്യമാണോ? അപ്പം ഇങ്ങനത്തെ ചോദ്യങ്ങളുണ്ടല്ലോ, അത് നമ്മൾ തന്നെ ചോദിക്കാം. നമ്മളോട് ചോദിക്കാം, ഇതിപ്പോൾ എന്തിനാ ഇപ്പം ഇങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യം? അല്ലെങ്കിൽ ഇപ്പം ഞാൻ ഈ ഒരു കാര്യത്തെ വേറെ രീതിയിൽ കാണുകയാണെങ്കിൽ ഈ ഒരു ടെൻഷൻ പോലെ. അപ്പം ഞാൻ ഈ രീതിയിൽ കാണുന്നതുകൊണ്ടാണല്ലോ എനിക്ക് പ്രശ്നം. അപ്പോൾ വേറെ ഏതെങ്കിലും രീതിയിൽ കണ്ടു കഴിഞ്ഞാലോ? അപ്പോൾ ഈ രീതിയിൽ എനിക്ക് വരുന്ന നെഗറ്റീവ് തോട്ട്സിനെ ഞാൻ ചലഞ്ച് ചെയ്യണം. അപ്പോൾ ആ ഒരു അവസ്ഥ നമുക്കിങ്ങനെ കുറയുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യും. 4ാമത്തെ ടെക്നിക്ക് എന്താണെന്ന് വെച്ചാൽ റിലാക്സേഷനാണ്. PMR പോലെയുള്ള റിലാക്സേഷൻ ടെക്നിക്കുകൾ നമുക്ക് ഉപയോഗിക്കാം. PMR എന്ന് പറഞ്ഞാൽ പ്രോഗ്രസീവ് മസിൽ റിലാക്സേഷൻ എന്ന് പറയും. അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ എൻ്റെ കൈയുടെ ഇവിടെയൊക്കെ മസിലുണ്ടാവും. അപ്പോൾ ഈ മസിൽ ഞാൻ ഇങ്ങനെ ടൈറ്റാക്കി പിടിക്കും. ഞാനതിങ്ങനെ ഭയങ്കരമായിട്ട് ഒരു സ്ട്രെസ് പോലെ ഇങ്ങനെ കൊടുത്തിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ സ്ക്വീസ് ചെയ്യുന്ന പോലെ ഇങ്ങനെ ടൈറ്റാക്കി പിടിച്ചിട്ട് എന്തെങ്കിലും റിലീസ് ചെയ്യും. ഇങ്ങനെ ഈസി ആയിട്ട് കൊണ്ടുവിടും. അപ്പോൾ അങ്ങനെ എൻ്റെ കാൽപാദം മുതൽ എൻ്റെ തല വരെ ഓരോ മസിലും ഞാൻ എന്താക്കും, ഇങ്ങനെ ഫോക്കസ് ചെയ്തിട്ട് ടൈറ്റാക്കും. അപ്പോൾ ഇങ്ങനെ കാൽപാദം ഇങ്ങനെ അമർത്തി പിടിച്ചിട്ട് അങ്ങനെ വിടും. അതേപോലെ കാഫ് മസിൽ, തൈ മസിൽ, വയർ, ചെസ്റ്റ്. അപ്പോൾ ഓരോ മസിൽ ഭാഗങ്ങളും ഇങ്ങനെ നമ്മളിങ്ങനെ ഫോക്കസ് ചെയ്ത് കോൺഷ്യസ്ലി ഇങ്ങനെ ടൈറ്റാക്കി പിടിച്ചിട്ട് ഇങ്ങനെ റിലീസ് ചെയ്യും. അതും നമ്മൾ ആ ഒരു അവസ്ഥയിൽ നിന്നും പുറത്തു കൊണ്ടുവരാൻ സഹായിക്കും. അതേപോലെ റിലാക്സേഷനിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വേറൊരു കാര്യമാണ് വിഷ്വലൈസേഷൻ. നമുക്ക് വിഷ്വലൈസ് ചെയ്യാം. നന്നായിട്ട് കണ്ണടച്ച് ഡീപ്പ് ബ്രീത്തൊക്കെ എടുത്തിട്ട് നമുക്കിങ്ങനെ വിഷ്വലൈസ് ചെയ്യാം. ആ സമയത്ത് ചിലപ്പോൾ ഇതൊന്നും ചെയ്യാൻ തോന്നിക്കൊള്ളുന്നില്ല. പക്ഷെ നമ്മൾ കരുതിക്കൂട്ടി അങ്ങനെ കണ്ണടച്ചുകൊണ്ട് ഡീപ്പ് ബ്രീത്ത് എടുത്തുകൊണ്ട് നമ്മൾ ഇമാജിൻ ചെയ്യണം. ഒരു ബീച്ചൊക്കെ ഇമാജിൻ ചെയ്യാം. ബീച്ചിലുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണാം നമുക്കങ്ങനെ. അതേപോലെ നല്ലൊരു കാട്,
എന്നിട്ട് അവിടെയുള്ള സൗണ്ടുകളൊക്കെ ഇല്ലേ, അവിടുത്തെ ഒരു ഫീല്, ഇപ്പം ആ ഫീലുകളൊക്കെ നമുക്ക് ഇങ്ങനെ കിട്ടുന്ന പോലെ ഇങ്ങനെ ഇമാജിൻ ചെയ്യുക, സങ്കല്പിച്ചു കൊണ്ടിരിക്കാം. ഇതും നമ്മളെ ഒരുപാട് റിലാക്സ് ചെയ്യിപ്പിക്കും. അഞ്ചാമത്തെ കാര്യം, ഹെൽപ്പ് തേടുക, സപ്പോർട്ട് തേടുക. നിങ്ങൾക്കൊരു മടി ഉണ്ടോ ഈ ഒരു കാര്യം വേറെ ആരോടെങ്കിലൊക്കെ പറയാൻ? നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ കഴിയുന്ന, ഉറപ്പായിട്ടും ഈ വ്യക്തിയുടെ അടുത്ത് ഈ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ ഇതൊന്നും ലീക്കാക്കില്ല, ഇയാൾ എന്തായാലും എനിക്കൊരു സൊല്യൂഷൻ തരും, അങ്ങനെയുള്ളൊരു വ്യക്തിയുടെ അടുത്ത് പോകാം. അപ്പോൾ ഫാമിലി മെമ്പർ ആകാം, ആരും ആകാം. പക്ഷേ ഇവരോട് സംസാരിക്കുമ്പോൾ ഈ ഒരു കാര്യം തീർച്ചയായിട്ടും ഉറപ്പ് വരുത്തണം. നിങ്ങൾ പറയുന്ന ഈ ഒരു കാര്യം അവരുപയോഗിച്ചിട്ട് പിന്നീട് നിങ്ങൾക്ക് കൂടുതൽ പ്രശ്നങ്ങൾ വരാതിരിക്കാൻ നോക്കണം. അല്ലെങ്കിൽ നിങ്ങളൊരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണലിൽ പോയിട്ട് കാണാം, അയാളുടെ കാര്യങ്ങൾ പറയുക, അയാൾക്ക് അറിയാം എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളെ സഹായിക്കാൻ കഴിയുമെന്ന് ഉറപ്പുള്ള ആളുടെ അടുത്ത് പോയി നിങ്ങളുടെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്യാം. അപ്പോൾ ആരെങ്കിലുമൊക്കെ നിങ്ങളെ കേൾക്കാനുണ്ട്, മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ള ഫീലൊക്കെ നിങ്ങൾക്ക് വരുമ്പോൾ നിങ്ങൾ ഒരുപാട് റിലാക്സ്ഡ് ആവും. നിങ്ങൾക്ക് ആ ഒരു ഒറ്റപ്പെടൽ തീരെ ഫീൽ ചെയ്യില്ല. പിന്നെ ഈ പാനിക് അറ്റാക്ക് എന്തോ വലിയ സംഭവമാണ്, ഇത് വന്നു കഴിഞ്ഞാൽ എനിക്ക് എന്തെല്ലോ പ്രശ്നങ്ങളുണ്ടെന്ന് അർത്ഥം, എനിക്ക് എന്തെല്ലോ സംഭവിക്കും, ഇനി ഇതേപോലെ വന്നാലോ, ടെൻഷൻ അടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. നിങ്ങൾ ഈ പറഞ്ഞ ടെക്നിക്കുകൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം, പിന്നെയും ഇത് ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ട് നെക്സ്റ്റ് ടൈം ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ അതിനെ നേരിടാൻ വേണ്ടി ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് നിൽക്കാം. അടിപൊളിയാണ്. ഡോണ്ട് വറി, ഈ ഒരു അവസ്ഥ നിങ്ങൾക്ക് വരുന്നത് നിങ്ങളെ കൂടുതൽ സ്ട്രോങ് ആക്കാനാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇച്ചിരി ലെങ്തി ആയി പോയിട്ടുണ്ട്, എങ്കിലും നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. എന്തൊക്കെ തന്നെ ആയാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ, വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകളുടെ രൂപത്തിൽ രേഖപ്പെടുത്തണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ പ്ലീസ് ടേക്ക് കെയർ. ബൈ ബൈ.